കഴിഞ്ഞ തവണ ഒരു പിരായിരി എണ്ണുമ്പോൾ വിജയിക്കുമെന്ന് ആ ഒരു ആത്മവിശ്വാസം എന്തായിരുന്നു? ഇപ്പോഴത് വിടാറായിട്ടില്ല. അത് കണക്കുകൾ വെച്ചല്ലേ നമ്മൾ പറയുക. എന്നോടൊപ്പം പി സരിനാണ് ഉള്ളത്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ NMR റസാഖ് സ്ഥാനാർത്ഥിയായപ്പോൾ താങ്കൾ സ്ഥാനാർത്ഥിയായതിനേക്കാൾ വലിയ ആവേശത്തിലും വലിയ പ്രതീക്ഷയൊക്കെയാണ് പങ്കുവച്ചിരുന്നത്. പക്ഷേ വോട്ട് താങ്കൾ മത്സരിച്ച സമയത്തേക്കാൾ 5000-ഓളം വോട്ടിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? 5000 വോട്ടൊന്നുമില്ല, 3000 ചില്ലുവാനം വോട്ടിൻ്റെ കുറവേ ഉള്ളൂ, 4000-ൽ താഴെ. അത് കുറവല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അല്ലെങ്കിൽ പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നോക്കൂ, പാലക്കാട് ജില്ലയിൽ 7 ഞങ്ങൾക്ക് നല്ല വിജയം നേടാനായത്. ഗംഭീര വിജയം 7 ഇടങ്ങളിൽ നേടി. കയ്യിലുണ്ടായിരുന്ന 3 സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് തൊട്ടടുത്തുള്ള കോങ്ങാട്, ഈ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണല്ലോ കോങ്ങാട്, പിരായിരി പഞ്ചായത്തിൻ്റെ അപ്പുറത്തുള്ള പറളി മുതലാണ് കോങ്ങാട് തുടങ്ങുന്നത്. മലമ്പുഴയിൽ ഞങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. തൊട്ടപ്പുറത്തുള്ള ആലത്തൂരും ഞങ്ങൾക്ക് വിജയമുണ്ട്. ചിറ്റൂരിൽ ഞങ്ങൾ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അപരം പിടിച്ച വോട്ടാണ് പരാജയത്തിൽ നിർണായകമായത്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ 5 മുതൽ 8% വരെ കുറവുണ്ടായിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിൻ്റെ കണക്ക് കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങളുടെ തരംഗമായിരുന്നു. ഈ ഇലക്ഷൻ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തരംഗം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ UDFന് വോട്ട് കൂട്ടാൻ കഴിഞ്ഞ ഒരു ഇലക്ഷനും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ കുറഞ്ഞ അതേ ശതമാനമാണ് പാലക്കാട് അസംബ്ലിയിലും റസാഖിന് കിട്ടാതെ പോയത്. റസാഖ് എന്ന് പറയുന്ന കാൻഡിഡേച്ചർ എന്തുകൊണ്ടും വലിയ വിജയമാണെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ആളുകളിലേക്ക് ഇത്രയും ജനകീയമായ ഒരു മുഖം കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ പോസിറ്റീവായിട്ടാണ് പാർട്ടി ഇത് കാണുന്നത്. വോട്ടെണ്ണത്തിൽ 3000 ചില്ലുവാനം വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതിനെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതിഭാസമായി കണ്ടാൽ മതി എന്നാണ് എനിക്ക് താല്പര്യം. എൻ്റെ താല്പര്യമെന്നല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മറ്റ് മണ്ഡലങ്ങളിൽ കുറഞ്ഞപ്പോൾ ആലത്തൂരാണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഒക്കെ കുറഞ്ഞതിൻ്റെ അതേ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതേ പ്രൊപ്പോർഷനിലാണ് കുറഞ്ഞിരിക്കുന്നത്, അതേ അനുപാതത്തിൽ മാത്രം കുറഞ്ഞിരിക്കുകയാണ്. ഞാനത് പാലക്കാട് ജില്ലയിൽ മാത്രം നിർത്തിയാണല്ലോ ഈ താരതമ്യവും പറഞ്ഞത്. ജില്ലയ്ക്ക് പുറത്ത് പോയിട്ടില്ല. നോക്കൂ, ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി പോകുമ്പോൾ LDFൻ്റെ പെർഫോമൻസ് ഇതിനേക്കാൾ കുറവാണ്. തൃശ്ശൂർ ജില്ല മാത്രമാണ് പാലക്കാടിനേക്കാൾ മികച്ച റിസൾട്ട് തന്നത്. അവിടെയും ഭൂരിപക്ഷം നമ്മൾ ഇവിടെ പാലക്കാടിൻ്റെ പോലത്തെ 5 അക്ക ഭൂരിപക്ഷങ്ങളൊന്നും തൃശ്ശൂരിൽ ആവർത്തിക്കാൻ കഴിഞ്ഞതുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രവർത്തകരെ നെഞ്ചേറ്റിയ മണ്ണ് തന്നെയാണിത്. ആളുകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ അറിയുന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ പാലക്കാട് മറന്നിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ 5 മുതൽ 8% വരെയുള്ള ആ സ്വിങ്ങിനെ പാലക്കാട് അസംബ്ലിയിലും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നേ അന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ പാലക്കാട് നഗരസഭയാണ് BJPയുടെ ഒരു ശക്തി കേന്ദ്രം. അവർ ഈ പിരായിരി, മാത്തൂർ, കണ്ണാടി കാര്യമായി ഒരു ചലനം ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ കണ്ണാടി, മാത്തൂരൊക്കെ BJP ഇത്തവണ അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുള്ളതും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ല. അത് തെറ്റാണ് ആ വിലയിരുത്തൽ. നോക്കൂ, ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുമായിട്ട് വേണമല്ലോ BJPയുടെ പെർഫോമൻസിനെ വിലയിരുത്താൻ. ശ്രീധരൻ പിടിച്ച വോട്ടിനേക്കാൾ 1200 വോട്ട് കുറവാണല്ലോ ശോഭയ്ക്ക്. ശ്രീധരൻ്റെ കണ്ണാടിയിലെയും മാത്തൂരിലെയും പെർഫോമൻസിലെ അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ശ്രീധരൻ്റെ കണ്ണാടിയിലെയും മാത്തൂരിലെയും പെർഫോമൻസിൽ നിന്ന് 1 വോട്ട് പോലും ശോഭയ്ക്ക് കൂടിയിട്ടില്ല. അപ്പോൾ രണ്ടും സൗകര്യം പോലെ നമ്മൾ താരതമ്യം ചെയ്യരുത്. 2 സ്ഥലത്തും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾക്ക് ഒരു കുറവും വന്നിട്ടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് അവരുടെ നില മെച്ചപ്പെടുത്താനായില്ല എന്നുള്ളത് ഞാൻ വിലയിരുത്തുന്നത് സംസ്ഥാനത്തുടനീളം ആര് ഭരണത്തിൽ വരണം എന്നുള്ളതിൻ്റെ പ്രതിഫലനം പാലക്കാട് അസംബ്ലിയിൽ വന്നപ്പോൾ ആ 10% സ്വിങ് UDFനാണല്ലോ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ആ 10% അവർക്ക് കൂടി ഒരു 3000-ഓളം വരുന്ന വോട്ട്, അല്ലെങ്കിൽ 4000-ത്തിനടുത്ത് വോട്ട് കൂടിയിട്ടുണ്ടല്ലോ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതാണ് കാണേണ്ടതും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ താങ്കളെ സംബന്ധിച്ചിടത്ത് ഈ പിരായിരി എണ്ണുമ്പോൾ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണയും UDFൻ്റെ ഒരു തരത്തിലും ഉലച്ചിൽ വരാത്ത അവർക്ക് വലിയൊരു ശക്തിയായി നിന്നത് പിരായിരി തന്നെയാണ്. നോക്കൂ, പിരായിരി പഞ്ചായത്തിലെ ജനങ്ങൾ ചില താല്പര്യം മുൻനിർത്തി വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്ക് കാണാവുന്ന ഒരു പാറ്റേണാണ്. ആ താല്പര്യം എല്ലായ്പ്പോഴും പ്രോ UDF ആണ്, എല്ലായ്പ്പോഴും. അതിൽ മാറ്റം കൊണ്ടുവരാൻ തക്ക വിധം ജനങ്ങളെ ഞങ്ങളിലേക്ക് അടുപ്പിക്കുകയാണല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരിക്കൽ വിജയം കാണും. കഴിഞ്ഞ തവണ ഒരു പിരായിരി എണ്ണുമ്പോൾ വിജയിക്കുമെന്ന് ആ ഒരു ആത്മവിശ്വാസം എന്തായിരുന്നു? ഇപ്പോഴത് വിടാറായിട്ടില്ല. അത് കണക്കുകൾ വെച്ചല്ലേ നമ്മൾ പറയുക അജ്മൽ. അതായത് പിരായിരി പഞ്ചായത്തിൽ പോൾ ചെയ്യേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ആനുപാതികമായിട്ട് കണ്ണാടി പഞ്ചായത്തിലെയും മാത്തൂരിലെയും ഒക്കെ പോൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ. അപ്പോൾ അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ വന്ന് വോട്ട് ചെയ്യേണ്ട UDFകാർ വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ്
ആ താരതമ്യം അന്ന് നടത്തിയത്. എല്ലാ കാലത്തും പിരായിരി അടിയുറച്ച UDF ആണെന്നും നമ്മൾ പറഞ്ഞെങ്കിലും അത് മാറ്റാൻ പറ്റുമെന്നും പ്രവർത്തിച്ചുകൊണ്ടേ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഒരിക്കലത് വിജയം കാണും. ഇപ്പോൾ ഈ താങ്കൾ UDFന്റെ ഭാഗമായി മാറി 2 വർഷമായിട്ടില്ല. അല്ല, UDF നിന്ന് മാറി LDFന്റെ ഭാഗമായിട്ട് ഈ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ UDFന് ഒരു വൻ വിജയം, താങ്കളുടെ മുൻ സഹപ്രവർത്തകരൊക്കെ ആയ ആളുകൾ നിയമസഭയിലേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നല്ലോ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ കാര്യങ്ങൾ നോക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്, കേരളത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള വാക്കാണല്ലോ നമ്മൾ അതിന് ഉപയോഗിക്കുക. ആലങ്കാരികമായിട്ട് അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് അതിനെ കൊണ്ടുവരാൻ UDFന് ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അതിലവരെ ആശംസിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിച്ച ഓരോരുത്തരും ചേർന്നുള്ള 140 പേരുടെ സഭ കേരളത്തെ, ഈ രാജ്യത്ത് എന്താ നടക്കണമെന്ന് അറിയാലോ, മാത്രമല്ല അതിൻ്റെ പ്രതിനിധികൾ 3 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സ്. അത് ഇടതുപക്ഷമായിരുന്നു ഇത്രയും നാൾ 10 വർഷം ഏറ്റെടുത്ത് നടത്തിയതെങ്കിൽ സാങ്കേതികമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ട് ആ ഉത്തരവാദിത്തം സഭയ്ക്കകത്ത് നിർവഹിക്കാനുള്ള പ്രാഥമിക ചുമതല ഇത്തവണ UDFനാണ്. സഭയ്ക്ക് പുറത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ഇനി സമരരംഗത്തൊക്കെ ഭയങ്കര സജീവമായിരിക്കും. അതിന് അങ്ങനെ ഒരു രംഗമില്ല. എന്ത് സമരരംഗം എന്ന് പറഞ്ഞത്, നമ്മളെപ്പോഴാണ് സമരം ചെയ്യുക? ഒരു വിഷയത്തിൽ ധാർമ്മികമായി അല്ലെങ്കിൽ നിയമപരമായി നടക്കേണ്ടത് നടക്കാതെ അതിൽ നിന്ന് ബോധപൂർവം മാറി നടക്കുന്ന അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സമരം ചെയ്യുക. അത് UDFന്റെ ഒരു മുഖമുദ്രയായിരുന്നു എല്ലാ കാലത്തും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് സമരം ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നമ്മൾ 11 കൊല്ലത്തെ അല്ലെങ്കിൽ 12 കൊല്ലം പൂർത്തിയാക്കാൻ പോവുകയാണല്ലോ BJP സർക്കാർ. ഇന്ത്യയിൽ അതൊരു പാറ്റേൺ ആണല്ലോ ഈ 12 കൊല്ലവും. അതിനെതിരെ സമരം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കും കൂടി കിട്ടുന്ന അവസരമാണ് MLA എന്നുള്ള പദവി എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. താങ്കൾ LDFലേക്ക് വന്നപ്പോൾ അത് ഈ സീറ്റ് മോഹിച്ച് അങ്ങനെ പല ചർച്ചകളും നടന്നിരുന്നു. അന്നത്തെ ഒരു സീറ്റ് ലഭിക്കുക എന്നുള്ളതിനപ്പുറം അന്ന് എടുത്തൊരു വൈകാരിക തീരുമാനമായി പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? സാജിദ്, നമ്മളിത് 2-3 വട്ടം പല അവസരങ്ങളിൽ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഇതേ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ഒരു തീരുമാനവും വൈകാരികമല്ല, വൈയക്തികമല്ല, വ്യക്തിപരമോ വൈകാരികമായിട്ടോ അല്ല പൊതുപ്രവർത്തനത്തിൽ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കുക. അതിൻ്റെ കാര്യകാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ലാതെ ആകുന്നില്ല. ഒരു വിജയം കൊണ്ട് തെറ്റുകൾ ശരിയാകില്ല, വിജയമാവുന്നതേ ഉള്ളൂ. അത് തെറ്റ് ശരിയാകുന്നതിൻ്റെ സൂചനയായിട്ടൊന്നും കാണേണ്ട. തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് അപ്പുറത്തുള്ളവർ ചെയ്യേണ്ടത്. എൻ്റേതായ ശരികൾ ഞാൻ കണ്ടെത്തിയതിനെ മാനിക്കുക എന്നുള്ളതും, അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിമർശിക്കാം. പക്ഷേ അതിനെ എൻ്റെ തീരുമാനത്തിൽ എന്തോ പാളിച്ച വന്നു എന്നുള്ളതാണ് ഇപ്പോഴും വിശകലനം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം, ഞാൻ നേരത്തെ തമാശയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു കുറവ് ആരൊക്കെയോ ചേർന്ന് ഇനിയും നികത്താൻ ബാക്കിയുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് എന്നെ അല്ല തേടേണ്ടത്, വേറെ ആരെങ്കിലുമാണ്. എൻ്റെ തീരുമാനങ്ങളിൽ ഒരു തരത്തിലും ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിപ്പിക്കാൻ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവുകയും ചെയ്യും. ഇനി സമ്പൂർണ്ണമായിട്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് തന്നെയാണോ? എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇനി ഉള്ളൊരു മേഖല? പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ നിർവഹിക്കുക എന്നാണ് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്തം. ഞാനൊരു ഫുൾ ടൈമറാണ്. കാരണം ഞാൻ ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. മറ്റു കാര്യങ്ങൾ ക്ലിനിക്കിലിരിക്കുക അല്ലെങ്കിൽ OP നോക്കുക എന്നുള്ളതിലേക്ക് ഞാൻ അധികം താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നിരന്തരം നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ രീതി വെച്ച് ഞാനൊരു ഫുൾ ടൈമറാണ്. ഒരു ഫുൾ ടൈമർ ഉപയോഗപ്പെടുത്താൻ അറിയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാർട്ടി മെമ്പറായ ഒരു PM ആണ് ഞാൻ, പാർട്ടി മെമ്പറാണ് ഞാൻ. ആ മെമ്പറിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് എൻ്റെ പാർട്ടിക്ക് അറിയാം, എൻ്റെ ജില്ലാ നേതൃത്വത്തിന് അറിയാം. അത് നിർവഹിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും ഒരു പ്രതിപക്ഷത്തെ ഒരു യുവ സാന്നിധ്യമായി സരിൻ എന്തായാലും പാലക്കാടും കേരളത്തിലും തുടരും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.